കണ്ടതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഒക്കെ പെട്ടെന്നങ്ങ്. നീ വിഷമിക്കണ്ട, വേണമെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഉപേക്ഷിക്കാം. പെട്ടെന്ന് ഞാനങ്ങ് ഒറ്റയായ പോലെ, നനച്ചിരിക്കാതെ ജീവിതം അവസാനിച്ച പോലെ. ഞാനിനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഞാനിനി എങ്ങനെ അവരോട് സംസാരിക്കും? ദിയ, പഴയതോരോന്നും റീകളക്ട് ചെയ്ത് നോക്കുവാ ഞാൻ. ഓരോ സംഭവവും അന്നതൊക്കെ വളരെ കാഷ്വലായി തോന്നി എനിക്ക്. പക്ഷേ ഇന്നതിൻ്റെയൊക്കെ അർത്ഥം ശരിക്കും മനസ്സിലാവുന്നുണ്ട് എനിക്ക്. കഴിഞ്ഞ ദിവസം ഇക്ക എന്നെ തല്ലാൻ വന്നതിൻ്റെ വരെ. പക്ഷെ ജാവേദ്. ദിയ, ഒക്കെ ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ നമുക്ക്. വേണ്ട, എനിക്ക് വേണ്ടി നീ ഈ പ്രോഗ്രാം ഉപേക്ഷിക്കണ്ട. എനിക്കറിയില്ലേ നിന്നെ. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും പ്രൊഫഷണൽ എത്തിക്സിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വാചാലയാകാറില്ല നീ. സ്വസ്ഥത കിട്ടില്ല നിനക്കൊരിക്കലും. ജീവിതകാലം മുഴുവൻ ഈ പാപഭാരവും പേറി നടക്കേണ്ടി വരും നിനക്ക്. ദിയ, ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതാ. എനിക്കായിട്ട് ഇതൊന്നും തിരുത്താൻ കഴിയില്ല. ഇക്കയോടും ബാപ്പയോടും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്ക് പേടിയാ. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം പുറത്തു വരും. അത്രയും കാലം ഈ രഹസ്യവും താങ്ങി നടക്കാൻ പറ്റില്ല എനിക്ക്. എനിക്ക് ഭ്രാന്ത് പിടിച്ചു പോകും. ഒക്കെ തകർന്ന് തരിപ്പണായിക്കോട്ടെ, എനിക്ക് പറ്റില്ല ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ. നീ ഇത് ഫോളോ അപ്പ് ചെയ്യണം. എല്ലാരും കാണട്ടെ ഇതൊക്കെ. പിന്നെ എന്ത് വന്നാലും വേണ്ടില്ല, സഹിച്ചോളാം ഞാൻ. ഏയ് ദിയ, ഇത്രയും സ്നേഹമുണ്ടല്ലോ നിനക്ക് എന്നോട്, അത് മതി. എന്താ ദിയ? എന്ത് പറ്റി? ദിയ, കണ്ണിലെന്തോ കരട്. എവിടെ നോക്കട്ടെ. പോയോ? ഇക്ക, ഇത് ജാവേദ്. എന്റെ കോളേജില് ന്യൂറോളജിയിലെ MD ചെയ്യുന്നു. ജാവേദ്, ഇതെന്റെ ബ്രദറാ. ഹലോ. ഹലോ. കണ്ടതിൽ സന്തോഷം. ഇങ്ങോട്ടിരിക്കാം. പ്ലീസ് ഹാവ് ഇറ്റ്.